പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയിൽ മാരാർജി ഭവൻ ഒരുങ്ങുമ്പോൾ ആദ്യകാല അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് നേതാക്കന്മാർ. മാരാർജിയുടെ പേരിൽ ഒരു ഓഫീസ് സന്തോഷമുള്ള കാര്യമെന്ന് BJP പ്രഥമ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ നാലുകെട്ട് തറവാട് മാരാർജി ഭവനായ കഥ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭനും ഓർത്തെടുത്തു. ഏഴ് നിലകളിലായി അതിനൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ തലയെടുപ്പോടെ BJP സംസ്ഥാന കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ ധന്യനിമിഷത്തിൽ നേതാക്കൾക്കും ഓർത്തെടുക്കാൻ ചിലതുണ്ട്. CK പത്മനാഭൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിലെ തറവാട് വീട് ആദ്യമായി മാരാർജി ഭവനായി മാറുന്നത്. ഇത് 1999 ഇതിൻ്റെ ആദ്യത്തെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ, PP മുകുന്ദേട്ടൻ സംഘടനാ സെക്രട്ടറി, പ്രൊഫസർ നാരായണൻ നായർ സ്റ്റേറ്റ് ട്രഷറർ. ഞങ്ങളുടെ മൂന്നാളുടെ ഒരു ഇതിലാണ്. അന്നാണ് ഇത് 11 ആധാരം ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തിരുവനന്തപുരം മഹാനഗരത്തിൻ്റെ ഇത്രയും കണ്ണായ പ്രദേശത്ത് വേറെ ഒരാൾക്കും ഈ സ്ഥലമില്ല. അന്ന് 55 സെൻറ്റ് സ്ഥലം 99 നമ്മൾ എടുത്തു എന്ന് പറയുമ്പോൾ അത് ഇന്നിപ്പോൾ അതൊരു വലിയ സംഭവമായി മാറി. എല്ലാവിധ ആധുനിക സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു വലിയ. മുതിർന്ന BJP നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ K രാമൻപിള്ളയ്ക്കുമുണ്ട് മാരാർജി ഭവനിലെ നിരവധി ഓർമ്മകൾ. വളരെ സന്തോഷകരമായ കാര്യം. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇതിനുവേണ്ടി തുടക്കം കുറിച്ചത് ഞാനാണ്. മാധ്യമ ട്രസ്റ്റ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്, അതിലേക്ക് വേണ്ടി പണം പിരിക്കാൻ പോയതും ആദ്യത്തെ ഇടപങ്ങാനായിട്ട് ഇപ്പം ഞാൻ വന്ന് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് നിശ്ചതയുണ്ട് അതേപോലെ. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രവർത്തകർക്ക് ഈ രീതിയിൽ പഠനം ചെയ്യാൻ കഴിഞ്ഞത് അവരുടെയും എൻ്റെയും ഭാഗ്യമാണ്. നമ്മുടെ രണ്ടു കൂട്ടരുടെയും ഭാഗ്യമാണ്. മാരാർജിയുടെ പേരിൽ ഒരു ഓഫീസ് അത് സന്തോഷമുള്ള കാര്യമാണെന്ന് BJPയുടെ ആദ്യ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാലും ആശംസിച്ചു. വലിയ നിലയ്ക്കുള്ള ഒരു പാർട്ടിക്ക് ഇത്ര വലിയൊരു ഓഫീസ് ഇവിടെ മാരാർജിയുടെ പേരിലുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് മുമ്പ് AKG ഭവൻ ഉണ്ടല്ലോ, അതേമാതിരി മാരാർജി ഭവനാണ് ഇപ്പോൾ. പഴയ മാരാർജി ഭവനിലെ ഓർമ്മകൾ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും ഓർത്തെടുത്തു. പുതിയ കാലത്തിൽ പുത്തൻ സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ കാര്യാലയം അനിവാര്യമാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ആദ്യം സംഘടനാ സെക്രട്ടറിയായ സമയത്ത് ഞാൻ ഈ പഴയ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ മുറിയിലാണ് സ്ഥിരമായി താമസിച്ചിരുന്നത്. പിന്നീട് ഞാൻ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഏറ്റെടുത്തതിന് ശേഷം കിഴക്ക് ഭാഗത്തുള്ള ആ ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അക്കാലത്ത് പരിമിതമായ സൗകര്യങ്ങളാണ് ഓഫീസിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് പോരാ. അന്ന് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു. അതൊരു 8 കെട്ട് വീടായിരുന്നു. പഴയ മലയാളി തനിമയുടെ, കേരള തനിമയുടെ ഒരു പ്രതീകം കൂടിയായിരുന്നു ആ ഓഫീസ്. അതൊരു സുന്ദരമായിരുന്നു. പക്ഷേ അന്നതൊക്കെ ഭംഗിയായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അത് ഭംഗിയായി നമ്മൾ ഉപയോഗിച്ചു, അതനുസരിച്ച് പ്രവർത്തനം നടത്തി. പക്ഷെ ഇന്ന് അത് പോരാ. വികസിത കേരളം എന്നുള്ള പുതിയ രാഷ്ട്രീയമായിട്ടാണ് BJP മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു ലോകസഭാംഗവും ഏതാണ്ട് 20% വോട്ടുള്ള ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ CPM കോൺഗ്രസിനോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ജനപിന്തുണയുടെ കാര്യത്തിൽ എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത കേരളത്തിൻ്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും മലയാളികളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് പുതിയ മാരാർജി ഭവന് തറക്കല്ലിടുന്നത്. അന്ന് ദേശീയ അധ്യക്ഷനായിരുന്നു അമിത്ഷാ. അഭിമാനകരമായ മുഹൂർത്തമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം. എത്രയോ നാളുകളോളമായി. കാരണം ഇത്രയും വലിയൊരു സൗധം ഈ കേരളം പോലൊരു സ്ഥലത്ത് കെട്ടിപ്പടുത്ത് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ പ്രവർത്തകരുടെയും സാധാരണക്കാരുടെയും ജനങ്ങളുടെയും എല്ലാം പ്രതീക്ഷയും പ്രത്യാശയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതിയായിരുന്നു എല്ലാ ജില്ലകൾക്കും കാര്യാലയങ്ങളുണ്ടാകുക, സംസ്ഥാന കാര്യാലയം എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി മെച്ചപ്പെടുത്തുക. അതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തന്നെ തറക്കല്ലിട്ട സ്ഥലത്ത് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തിനും കഴിയുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ മാനം കൈവരിക്കാൻ മാരാർജി ഭവന് സാധിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ആശംസിച്ചു. വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു
സംസ്ഥാന കാര്യാലയം എന്നുള്ളത്. സംസ്ഥാന കാര്യാലയം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത്, വിലക്ക് വാങ്ങിയ സ്ഥലത്ത് അന്നുണ്ടായിരുന്ന കെട്ടിടത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ രാജേട്ടനും രാമൻപിള്ള സാറും മാരാർജിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി ഓഫീസിന് വേണ്ടി പണിത ഒരു കെട്ടിടം, അങ്ങനെ ഒരു കെട്ടിടത്തിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നുള്ളത് പാർട്ടി തുടർന്ന് മുന്നോട്ട് നടത്താൻ ലക്ഷ്യം വെക്കുന്ന കുതിപ്പ്, ആ കുതിപ്പിന് വലിയ സഹായം നൽകുന്ന ഒരു കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേകായിരം പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ സമർപ്പണമാണ് ഇന്ന് സാധ്യമായതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമങ്ങളാണ് നമ്മുടെ പ്രവർത്തകർ നടത്തിയത്. കേന്ദ്രത്തിലെ പാർട്ടി, അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഓരോ പാർട്ടി പ്രവർത്തകനും അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ്. തീർച്ചയായിട്ടും ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. അനന്തപുരിയിൽ തിലകക്കുറിയായി മാരാർജി ഭവൻ തലയുയർത്തുമ്പോൾ സംസ്ഥാനത്ത് BJP രചിക്കുന്നത് വികസനത്തിൻ്റെ പുതുചരിത്രം കൂടിയാണ്. ജനം, തിരുവനന്തപുരം.